ഈ ഐക്യയുടെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പം നമുക്ക് സോഫയിലിരുന്നും കിടന്നും കട്ടിലിൽ കിടന്നും അതുപോലെ കസേരയൊക്കെ ഇരുന്നും ഒക്കെ നമുക്ക് അത് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നോക്കി ഇത് സോഫയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ കട്ടിലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് സ്റ്റോറേജ് പ്ലേസ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ. അതുപോലെ കളർ കോമ്പിനേഷന്, കിച്ചണിൽ എന്തൊക്കെ വെക്കണം, അതിലെന്തൊക്കെ വെക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പല ടൈപ്പ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോന്നും നമുക്ക് ഇപ്പോൾ ഒന്നൊന്നായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, സെറ്റായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. നോക്കിയേ, ഇതൊരു കിച്ചൺ സെറ്റപ്പാണ്. ഈ കോക്കറി ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു കബോർഡാണ്. അപ്പോൾ അത് നോക്കി എന്ത് രസമായിട്ടാണ് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ലൈറ്റുകൾ, ഏത് ടൈപ്പ് ലൈറ്റുകൾ വെക്കാം, എങ്ങനെയുള്ള കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ വെക്കാം, സോഫ എങ്ങനെ ആയിരിക്കണം. അതുപോലെ നോക്കി, ഇതൊരു ലിവിങ് റൂമാണ്. അവിടെയും അതിൻ്റെ സെറ്റപ്പ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഈ കളർ തീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. എനിക്ക് അതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. അപ്പം നോക്ക്, ഏതോ ഒരു ലാമ്പ് പോലത്തെയാണിത് ഇങ്ങനെ തൂക്കിയിടുന്നത്. അതിനൊക്കെ വലിയ വിലയൊന്നുമില്ല, വില കുറവാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ടവലൊക്കെ തൂക്കിയിടുന്നൊരു സ്റ്റാൻഡ് പോലെ, സ്റ്റാൻഡല്ല അതാണ്ട് ഇങ്ങനെ കുറേ നമ്മൾ തുണിയൊക്കെ ഉണക്കാൻ ഇടത്തില്ല അതുപോലത്തെ അതുപോലെ ടി വി എവിടെ ഫിറ്റ് ചെയ്യണം, അതിൻ്റെ മുകളിൽ വെക്കുന്ന ലാമ്പുകൾ, അതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളാണെങ്കിൽ കൈ കിട്ടുന്നതൊക്കെ അല്ലേ വെക്കുന്നത്. അങ്ങനെയല്ല, ഒരു കളർ തീം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മുടെ മുറികൾ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മസാല വെച്ചിരിക്കുന്നത് കണ്ടോ, അതോ എന്ത് രസമെന്ന് നോക്കി, ചെറിയ നീളമുള്ള കുപ്പിയിൽ മസാല. അതുപോലെ ഇത് നമ്മുടെ പല കിച്ചണിലും ഈ വാഷ് ബേസിൽ വെള്ളം പോകത്തില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് പുതിയ രീതിയിലുള്ള വാഷ് ബേസിൽ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ കോക്കറി ഐറ്റംസ് വെക്കുന്ന സ്റ്റാൻഡുകൾ, ആ കപ്പൊക്കെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഒരു പീസായിട്ടോ ഡസൻ കണക്കിനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഐക്യയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇതാണ് ചപ്പാത്തി പരത്തുന്ന പലക, അതുപോലെ പിന്നെയും അല്ലാതെ കോക്കറി ഐറ്റംസ് വെച്ചിരിക്കുന്നത്. ഇത് ഫ്ലവർ വേസ്, പിന്നെ ലാമ്പ്, അതുപോലെ പിന്നെ ലിവിങ് റൂം സെറ്റ് ചെയ്ത് കുറേ ലിവിങ് റൂം സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളേഴ്സ് കണ്ടോ, കർട്ടൻസ് എല്ലാം അതിന് യോജിക്കുന്നതാണ്. ആണ്ടോ ടി വി, അതിൻ്റെ പുറത്ത് കുറേ സ്പേസ്. അപ്പോൾ നമുക്കിങ്ങനെ സാധനങ്ങളൊന്നും വലിച്ചു വാരിയിടേണ്ട ആവശ്യമില്ല. നോക്കി സെറ്റ് ചെയ്യുക, അതിൻ്റെ വട്ടത്തിലുള്ള അതിൻ്റെ മേശയിലെ ടീപ്പോ, അതുപോലെ ഭിത്തി തൂക്കിയിടുന്നത്, ചെറിയൊരു മേശ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ നമുക്ക് ഐഡിയാസ് കിട്ടും. പ്രത്യേകിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർ, വീട്ടിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് പ്രയോജനം ചെയ്യും. ഓക്കെ, എന്ത് രസമാണ് നോക്കി, ഫോട്ടോസ് വെച്ചിരിക്കുന്നത്, വിൻഡോസ്, കർട്ടൻസ്, അതുപോലെ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെയും ലിവിങ് റൂം. നോക്കിയാൽ അതിൻ്റെ കുഷ്യനൊക്കെ അടിപൊളിയല്ലേ. സ്റ്റാൻഡ്, അതിൻ്റെ മിററ്, അയ്യോ അവിടെ പല ടൈപ്പിലുള്ള മിററ് കണ്ടേ. നമ്മുടെ സെറ്റി, സോഫ സെറ്റ്, അതുപോലെ പല നിറത്തിലുള്ള സോഫ സെറ്റികൾ, സോഫാസ്, പല നിറമാണ്. ഞാൻ ഇങ്ങനത്തെ നിറമൊന്നും നേരത്തെ കണ്ടിട്ടേ ഇല്ല. നമുക്കൊരു പർട്ടിക്കുലർ കളറുണ്ട്, ആ കളർ മാത്രമേ എനിക്കറിയാം. കേട്ടോ, ഇവിടെ ആണെങ്കിൽ പല തരത്തിലുള്ള കളേഴ്സുണ്ട്, നമുക്കിഷ്ടപ്പെട്ട കളേഴ്സ്. നോക്കി കുറേ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കണ്ണെത്താ ദൂരത്താണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരറ്റം നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണത്തില്ല, അതുപോലെ സോഫ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കുന്ന കളിപ്പാട്ടങ്ങളുണ്ട്, അതൊരാന, അതിൽ വൈറ്റ്
സോഫ. ഞാനിങ്ങനെ വൈറ്റ് സോഫയൊന്നും അധികം കണ്ടിട്ടില്ല. അതുപോലെ ഇങ്ങനത്തെ കളറ് അടിപൊളി, ചാണകപ്പച്ച കളറ്, കണ്ടോ മഞ്ഞ കളറ് കണ്ടോ. അതെനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയാം. ശരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് മഞ്ഞ. ഇപ്പം മഞ്ഞ ഡ്രസ്സൊന്നും എനിക്ക് ചേരത്തില്ല, പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം മഞ്ഞയാണ്. അവിടെ റയർ കളറാണ്, ആകാശ നീല, അടിപൊളി സൂപ്പർ. അതുപോലെ ചെയർ ഞാൻ ഇരുന്ന് നോക്കുവാണേ, നല്ല കംഫർട്ടബിൾ. അതുപോലെ നോക്കി എല്ലാം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളുടെ റൂം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. കുട്ടികളുടെ റൂം കുറേ ഉണ്ട്. അതുപോലെ സിംഗിൾ സെറ്റിയുടെ സിംഗിൾ പീസില്ലേ അത് കണ്ട മഞ്ഞ. അപ്പം എൻ്റെ മോനൊക്കെ ഇരുന്ന് നോക്കുകയാണ് കംഫർട്ടബിൾ ആണോ. നീല, എല്ലാം കളർഫുള്ളാണേ, അത് അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ 2-3 കളർ കാണും, പിന്നെ അങ്ങോട്ട് കളേഴ്സ് കാണത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സുണ്ട്. അതുപോലെ ലൈറ്റ് സെക്ഷനൊക്കെ വേറെയുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം. ഓക്കെ, ഉണ്ട്. പിന്നെയും സിംഗിൾ സെറ്റ് ഈ സോഫയുടെ. ഇത് ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അതിനകത്ത് കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. നമ്മളതൊന്ന് പൊക്കി നോക്കാമെങ്കിൽ കുറേ സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് സോഫയായിട്ടും കട്ടിലായിട്ടും ഉപയോഗിക്കാം. സോഫ കം ബെഡാണ്. അപ്പോൾ ഇത് നല്ലതാണ്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഫുഡ് കൊണ്ടുണ്ടാക്കിയ ബാസ്ക്കറ്റാണ്. അതിന് പഴമൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ കളിപ്പാട്ടങ്ങൾ, അതിൽ വൈറ്റ് ബെഞ്ച്, പിന്നെ കുറേ നമ്മൾ ഈ ഡപ്പയില്ല അതൊക്കെ, അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഒരു ലിവിങ് റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് കിട്ടും. എങ്ങനെ ചെയ്യണം, നമ്മുടെ പൈസക്കനുസരിച്ച് വീടെങ്ങനെ മനോഹരമാക്കാം, എന്തൊക്കെ സാധനങ്ങൾ വെക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഐക്യ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് നമ്മൾ ഐക്യം മിസ്സാകരുത്. നമ്മൾ വിചാരിക്കും ഒത്തിരി പൈസയൊക്കെ ചിലവാകുന്നു. അങ്ങനെ പൈസയും ആകത്തില്ല. നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്ത് വാങ്ങണമെന്ന്. അപ്പോൾ ഐക്യ സന്ദർശിക്കുക. ഓക്കേ.